വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ബാക്കി ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. ഭാഗം 6, അധ്യായം 7 തുടർച്ച. കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുശ്ശേരി നമ്പൂതിരിയും ചെല്ലപ്പെട്ടിക്കാരൻ ഗോവിന്ദനും കൂടി സൂരി നമ്പൂരിപ്പാടിൻ്റെ മനയ്ക്കലേക്ക് പോകുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. ഇനി തുടരാം. ചെറുശ്ശേരി നമ്പൂതിരിയെ വിളിക്കാൻ ഗോവിന്ദനെ അയച്ച ഉടനെ നമ്പൂരിപ്പാട് കുളിയും മൂണും കഴിഞ്ഞ് ഇന്ദുലേഖയെ തന്നെ ഉറപ്പായി മനസ്സിൽ ധ്യാനിച്ച് രസിച്ചും കൊണ്ട് പുറത്ത് പൂമുഖത്ത് വന്ന് നിന്നു. അപ്പോൾ മനവക വ്യവഹാര കാര്യസ്ഥൻ താശൻ മേനോൻ ഒരു കടലാസ് കെട്ടും കൊണ്ട് നമ്പൂതിരിപ്പാട്ടിലെ അടുക്കിലേക്ക് ചെന്നു. നമ്പൂതിരിപ്പാട്: എനിക്കിന്ന് കാര്യം നോക്കാനൊന്നും ഇടയില്ല. താച്ചു, നീ പൊയ്ക്കോ. താശൻ മേനവൻ: ഇത് അസാരമൊന്നും നോക്കാതെ കഴിയില്ല. ഇന്ന് നീ എന്തു പറഞ്ഞാലും എനിക്കിടയില്ല. മറ്റന്നാൾ നമ്പർ വിചാരണയാണ്. അടിയന് ചില വിവരങ്ങൾ ഉണർത്തിക്കാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഉണർത്തിക്കാതെ കഴിയില്ല. എന്ത് വിചാരണയായാലും വേണ്ടതില്ല. ഇന്ന് എനിക്ക് ഒരു കാര്യവും കേൾക്കാനിടയില്ല. ഒരാധാരം ഫയലാക്കേണ്ടതുണ്ട്. അതിനൊരു ഹർജി കൊടുക്കണം. ഹർജി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് തൃക്കൈ വിളയാടി തന്നാൽ മതി. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഞാൻ ഒരു കടലാസിലും ഒപ്പിടാറില്ലെന്ന് താച്ചുവിന് നിശ്ചയമില്ലേ? പിന്നെ എന്തിനെന്നെ വന്ന് ഉപദ്രവിക്കുന്നു? ആധാരം ഫയലാക്കാൻ തിങ്കളാഴ്ച ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമ്പർ ദോഷമായി തീരും. എങ്ങനെയെങ്കിലും തീരട്ടെ. അപ്പീൽ കോടതിയില്ലേ? ആധാരം ഫയലാക്കാഞ്ഞാൽ അപ്പീൽ കോടതിയിലും തോൽക്കും. ഇത് വലിയ അനർത്ഥം തന്നെ. താച്ചുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ എന്നെ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? ഹർജിയിൽ അടിയന് ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇന്ന് ശനിയാഴ്ച ഞാൻ ഒരു ഹർജിയിലും ഒപ്പിടില്ല. പണ്ട് ഒരന്യായത്തിൽ ശനിയാഴ്ച ഒപ്പിട്ടിട്ട് ആ നമ്പർ തോറ്റുപോയത് താച്ചുവിന് ഓർമ്മയില്ലേ? ഇത് അന്യായമല്ല, ഹർജിയല്ലേ? എന്തായാലും ഞാൻ ഇന്ന് ഒപ്പിടുകയില്ല, നിശ്ചയം. താച്ചു പോയി കുളിക്കൂ. ഈ നമ്പറിൽ സാക്ഷിക്ക് എഴുന്നള്ളേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാനോ? റാൻ. ശിക്ഷ. ഞാൻ ഒരിക്കലും പോവുകയില്ല. പക്ഷേ നമ്പർ തോറ്റാലും വേണ്ടതില്ല. കൽപ്പന വന്നിരുന്നുവോ? കൽപ്പന വന്നിരുന്നു. ഇവിടെ ഇല്ലാത്ത പ്രകാരം മറുപടി എഴുതിപ്പിച്ചയച്ചു. എന്നെ സാക്ഷി കൊടുത്ത ഈ അധികപ്രസംഗി ആരാണ്? ഉള്ളാട്ടിൽ പഞ്ചുമേനവൻ്റെ മേലുള്ള അന്യായത്തിലാണ് ഇത്. ഉള്ളാട്ടിൽ പഞ്ചുവോ? ശിക്ഷ. എന്താണ് അവൻ്റെ മേൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ, ചെർപ്പറ്റെ കളമൊഴിപ്പിക്കാൻ. ശരി, ഞാൻ അന്ധാളിച്ചു. ഈ നമ്പർ വിധിച്ചു എന്നല്ലേ താച്ചു ഇന്നാൾ എന്നോട് പറഞ്ഞത്? അടിയൻ അങ്ങനെ ഉണർത്തിച്ചിട്ടില്ല. പഞ്ചുമേനവൻ ജന്മവാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. മനവക 4-5 ഭൂമികൾ പഞ്ചുമേനവൻ്റേതാണെന്ന് തർക്കിക്കുന്നു. പഞ്ചുവോ? ഇത്ര വഷളനാണോ അവൻ? ഇത് ഞാൻ അറിഞ്ഞതേയില്ല. ഒരാളെ അയച്ച് പഞ്ചുവിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ആ വഷളനോട് ഞാൻ തന്നെ ഒന്ന് ചോദിക്കട്ടെ. ഇത്ര കുറുമ്പ് കാണിച്ചാൽ കുളം, കിണർ, ക്ഷേത്രം ഇതെല്ലാം ഉടനെ വിരോധിക്കണം. എന്നാൽ പട്ടി പോലെ പഞ്ചു ഓടിവരും. താച്ചുവിന് ഈ വിവരം മുമ്പേ എന്നോട് പറയാമായിരുന്നില്ലേ? ഇതുകൊണ്ടൊന്നും ഫലമുണ്ടാവുകയില്ലെന്ന് തോന്നുന്നു. പഞ്ചുമേനവൻ ഒരു ബാരിസ്റ്റർ സായിപ്പിനെ വരുത്തിയിരിക്കുന്നു. സായിപ്പ് വന്നാൽ എന്താണ്? അയാൾ വലിയ കേമനാണ്. ഏലമലക്കാരൻ മക്കഷാമനേക്കാൾ കേമനോ? റാൻ അയാളെക്കാൾ കേമനാണ്. ഈ ഹർജിയിൽ ഒന്ന് തൃക്കൈ വിളയാടി കിട്ടാഞ്ഞാൽ തിങ്കളാഴ്ച നമ്പർ ദോഷമായി തീരും. ഇങ്ങനെ താശൻ മേനോനും നമ്പൂരിപ്പാടും കൂടി ഒപ്പിടണമെന്നും ഒപ്പിടുകയില്ലെന്നും തർക്കവും ശാഠ്യവും കലശലായപ്പോൾ നാരായണൻ നമ്പൂതിരിപ്പാട് അകത്തു നിന്ന് വന്ന് ഹർജിയിൽ ഒരു വിധത്തിൽ ഒപ്പിടിയിച്ചു. ഒപ്പിട്ട ഉടനെ എന്താ ചെറുശ്ശേരി വരാത്തത് എന്നും പറഞ്ഞ്
നമ്പൂരിപ്പാട് പടിപ്പുരയിലേക്ക് പോയി വരവ് നോക്കിക്കൊണ്ടും ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ ദൃഢമായി മനസ്സിൽ ധ്യാനിച്ചും രസിച്ചും കൊണ്ടും ഇരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ചെറുശ്ശേരി നമ്പൂരിയും ഗോവിന്ദനും വരുന്നത് കണ്ടു. പടി കയറുന്നതിന് മുമ്പ് തന്നെ നമ്പൂരിപ്പാട് ഉറക്കെ വിളിച്ചു പറഞ്ഞു തുടങ്ങി. ചെറുശ്ശേരി, വേഗം വരൂ, വേഗം വരൂ. എന്തൊരു സാവധാനമാണ് ഈ നടത്തം. വേഗം നടക്കരുതോ? വർത്തമാനങ്ങൾ കേൾക്കണ്ടേ? ചെമ്പാഴിയോട്ട് നിന്ന് കറുത്തേടത്തിൻ്റെ എഴുത്ത് വന്നിരിക്കുന്നു. ഇന്ദുലേഖയെ കേട്ടിട്ടുണ്ടോ? ഇന്നാൾ പൊതായിപ്രം എന്നോട് പറയുമ്പോൾ കൂടെയുണ്ടല്ലോ. ഇന്ദുലേഖ അതിസുന്ദരിയാണത്രേ, ദമയന്തി തന്നെ. ആ പെണ്ണിന് ഞാൻ സംബന്ധം തുടങ്ങാൻ പോണു. മുമ്പുള്ള സംബന്ധങ്ങൾ പോലെയല്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇങ്കിരിയസും മറ്റും അറിയാമത്രേ. ഇങ്കിരിയസ് അറിയുന്ന സ്ത്രീകളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അതിസുന്ദരിയാണത്രേ, ദമയന്തി തന്നെ എന്ന് പറഞ്ഞു കേട്ടു. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചെറുശ്ശേരി നമ്പൂരി അടുത്തെത്തി. ചെറുശ്ശേരി: എന്നാൽ പിന്നെ നളൻ തന്നെയാണല്ലോ വേണ്ടത്. നളൻ ഇവിടുന്ന് നമ്പൂതിരി തന്നെ. ചെറുശ്ശേരി, നേരം പോക്കെല്ലാം മതി. ഞാൻ വയസ്സനായി തുടങ്ങി. ആ പെണ്ണിനോ 15 വയസ്സാണത്രേ. എനിക്കെന്ത് സൗന്ദര്യമാണുള്ളത്. ആ ഭാഗം പോകട്ടെ, നമ്മൾക്ക് പുറപ്പെടണ്ടേ? എന്തിന് ആ ഭാഗം പോകുന്നു? ആ ഭാഗം തന്നെ പറയണം. 45 വയസ്സ് ഒരു വയസ്സോ? 20 വയസ്സിൽ സൗന്ദര്യമുണ്ടായാൽ അത് 45 വയസ്സിൽ എവിടെ പോകും? ഈ വക ഒന്നും പറയണ്ട. ഇവിടേക്കൊരു 80 വയസ്സാവുന്നത് വരെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇവിടുന്ന് നിമിത്തമുള്ള പരിഭ്രമം തീരുന്നതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തിന് ഇതെല്ലാം പറയുന്നു? ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ടോ? ചെറുശ്ശേരി ഇന്നാൾ കറുത്തേടത്തിൻ്റെ കൂടെ പോയിരുന്നത് അവിടേക്കല്ലേ? ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ട്. സുന്ദരി തന്നെയോ? അതിസുന്ദരിയായിട്ടുള്ള പെൺകിടാവാണ്. ഇങ്ങനെ സൗന്ദര്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്താ, ഇംഗ്രീസ് അറിയാമെന്ന് ചിലർ പറയുന്നു. അറിയാമോ? അറിയാമെന്ന് പറഞ്ഞു കേട്ടു. സ്ത്രീകൾ ഇംഗ്രീസ് പഠിച്ചാൽ വൃത്തിയില്ലാതിരിക്കും, അതാണോ ഒരു ദോഷം? ഇംഗ്രീസ് പഠിച്ചാൽ വൃത്തിഗുണം കൂടും എന്നെനിക്ക് തോന്നുന്നു. ഇന്ദുലേഖയെ കണ്ടതിൽ എനിക്കങ്ങനെ തോന്നി. എന്താണ്, ഇന്ദുലേഖയുമായി സേവയുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ബാന്ധവമാവുന്നതിന് മുൻപുള്ളതല്ലേ, പറയുന്നതിന് വിരോധമില്ല. എന്താണ്, ചെറുശ്ശേരിയുടെ വാക്ക് കേൾക്കുമ്പോൾ സേവയുള്ളതുപോലെ തോന്നുന്നു. ഉണ്ടോ? എന്ത് സേവ? ഇന്ദുലേഖയുമായുള്ള സേവ തന്നെ. ഇങ്ങനെയെല്ലാം പറയുന്നത് മഹാകഷ്ടമാണ്. ഞാൻ ഒരിക്കലും ആ വക പ്രവൃത്തി ചെയ്യുവാൻ മനസ്സുള്ളവനല്ല. പിന്നെ ഇന്ദുലേഖ അതിബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. ഈ സാധാരണ നായന്മാരുടെ സ്ത്രീകളെപ്പോലെയല്ല. അതവിടെ ചെന്ന് കണ്ടാൽ അറിയാം. പക്ഷേ നമ്പൂരിയുടെ ദേഹവും പ്രകൃതവും കാണുമ്പോൾ ആ കുട്ടി ഭ്രമിക്കുമായിരിക്കും. വേറെ ഒരു മനുഷ്യനെയും കണ്ടാൽ അങ്ങനെ ഭ്രമിക്കാൻ സംഗതി വരികയില്ല. ചെറുശ്ശേരി വെറുതെ മുഖസ്തുതി ചെയ്യണ്ട. എനിക്കെന്താണ്, അത്ര സൗന്ദര്യമുണ്ടോ? എനിക്ക് അത്ര ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അവിടേക്ക് തോന്നേണ്ടത്. പക്ഷേ ഞാനത് സമ്മതിക്കില്ല. ചെറുശ്ശേരി നീലാട്ട് ലക്ഷ്മിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പുഴയാട്ട് പാറുവെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കോപ്പാട്ട് കുമ്മിണിയെ കണ്ടിട്ടുണ്ടല്ലോ. ഇന്നാൾ ഇവിടെ വന്ന് പാട്ടുണ്ടായെന്ന് ചെറുശ്ശേരി ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ. കോപ്പാട്ട് കുമ്മിണിയും ഇന്ദുലേഖയുമായാലോ? ഞാൻ അന്ന് പാടിയ പെണ്ണിൻ്റെ മുഖം നല്ലവണ്ണം കണ്ടിട്ടില്ല. ആട്ടെ, ചെറുശ്ശേരി ഇതുവരെ കണ്ട സ്ത്രീകളിൽ എല്ലാം അതിസുന്ദരിയായ സ്ത്രീ ഏതാണ്? ഇന്ദുലേഖ. സംശയമില്ലല്ലോ? സംശയമില്ല. എന്നാൽ ഇതെൻ്റെ ഭാഗ്യം തന്നെ. ഭാഗ്യം തന്നെ. പുരുഷന് സ്ത്രീസുഖത്തിൽ മീതെ ഒരു സുഖം ഏതാണുള്ളത്? സ്ത്രീസുഖമാണ് വലിയത് എന്ന് നിശ്ചയിച്ചാൽ അതിനു മീതെ ഒന്നുമില്ല.
ചെറുശ്ശേരി എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. സ്ത്രീസുഖം സാരമില്ലെന്നാണ് ചെറുശ്ശേരിയുടെ അഭിപ്രായം. സാരമില്ലെന്നല്ല, സ്ത്രീസുഖത്തിൽ മീതെ ഒരു സുഖവുമില്ലെന്ന് ഞാൻ പറയുകയില്ല എന്ന് മാത്രം. എന്നാൽ എന്തിനാണ് ഈ ജനങ്ങളെല്ലാം ഈ സ്ത്രീസുഖത്തിൽ ഇത്ര ഭ്രമിച്ച് വലയുന്നത്? ഭ്രമിച്ച് വലയുന്നത് ഭോഷത്വം തന്നെ എന്നേ പറയുവാനുള്ളൂ. ചെറുശ്ശേരി ഈയിടെ കുറെ അദ്വൈതിയായിരിക്കുന്നു എന്ന് തോന്നുന്നു. എനിക്ക് സ്ത്രീകളെ വളരെ ഭ്രമമാണ്. സ്ത്രീകൾക്ക് ഇവിടത്തെ മേലും അങ്ങനെ തന്നെ. എന്നാൽ അതുകൊണ്ടായിരിക്കുമോ എനിക്കിത്ര ഭ്രമം? അതുകൊണ്ട് തന്നെ. അതിനെന്താണ് വാദം? അതുകൊണ്ട് തന്നെ. ഈയിടെ ഒരു നേരം പോക്കുണ്ടായി. ചെറുശ്ശേരിക്ക് കേൾക്കണോ? ഞാൻ ഇന്നാൾ മലവാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിപ്പാൻ ഒരു ദിവസം മക്ഷ്വാമൻ സാഹിബിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേതമ്മ സാഹിബ് എന്നാണ് പേര് എന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ സായിപ്പ് ഇരിക്കുന്നതിൻ്റെ കുറേ ദൂരെ ഒരു കസാലമേൽ ഒരു കടലാസും വായിച്ചു കൊണ്ടിരുന്നിരുന്നു. ഞാൻ അവിടെ ചെന്ന് സായിപ്പിൻ്റെ അടുക്കെ ഇരുന്നത് മുതൽ എണീറ്റു പോരാറാവുന്നത് വരെ എന്നെ ആ സ്ത്രീ കൂടെ കൂടെ കടാക്ഷിച്ചും കൊണ്ടിരുന്നു. ഭ്രമിച്ചുപോയി. എനിക്ക് സംശയമില്ല. നല്ല ഭ്രമം കടന്നിട്ട് തന്നെ കടാക്ഷിച്ചതെല്ലാം. കടാക്ഷിക്കാതെ നിവൃത്തിയെന്ത്? കേൾക്കൂ, ഒടുവിൽ ഈ മെതമ്മ സാഹിബിൻ്റെ കടാക്ഷവും മറ്റും കണ്ടിട്ടോ എന്നറിഞ്ഞില്ല. മക്ഷ്വാമൻ എന്തോ ഇംഗ്രീസിൽ മെതമ്മ സാഹിബോട് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. മെതമ്മ സാഹിബ് ചിരിച്ചും കൊണ്ട് മക്ഷ്വാമനോടും എന്തോ മറുപടി പറഞ്ഞു. ഉടനെ വിഡ്ഢി മക്ഷ്വാമൻ കാര്യമൊന്നും മനസ്സിലാവാതെ എന്നോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ഭാര്യയെ താങ്കളുമായി പരിചയമാക്കാൻ ഞാൻ വിചാരിക്കുന്നു. താങ്കൾക്ക് സന്തോഷമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വല്ലാതെ ചിരി വന്നു. എങ്കിലും ചിരിച്ചില്ല, മനസ്സിലടക്കി. ഓഹോ, എനിക്ക് ബഹുസന്തോഷം തന്നെ, ഞാൻ പറഞ്ഞു. വേഗം മക്ഷ്വാമൻ എണീറ്റുപോയി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ അടുക്കെ നിർത്തി. ഞാൻ എണീറ്റില്ല. പിന്നെ അവൾ എൻ്റെ അടുക്കെ ഇരുന്നു. സായിപ്പ് നീട്ടും പോലെ കൈ എൻ്റെ സമീപത്തേക്ക് നീട്ടി. ഞാനും കൈ നീട്ടി. മെതമ്മ സായിപ്പ് എൻ്റെ കൈ പിടിച്ചു. എനിക്ക് ശരീരമാസകലം ഒരു രോമാഞ്ചമുണ്ടായി. അവൾക്കും അതിലധികമുണ്ടായിരിക്കണം. കേൾക്കൂ. എന്നിട്ട് ഞാൻ കൈ കുറേ നേരം പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. എനിക്ക് അവളുടെ സ്വരൂപം ബഹു കൗതുകമായി തോന്നി. വിഡ്ഢി മക്ഷ്വാമൻ ഇതെല്ലാം കണ്ടുകൊണ്ട് മന്ദഹാസത്തോടുകൂടി അടുക്കെ തന്നെ നിന്നു. ഉടനെ എൻ്റെ ചെറുവിരലിലിട്ടിരുന്ന ഒരു വൈരമോതിരം ഞാൻ ഊരി കയ്യിൽ പിടിച്ചു. മക്ഷ്വാമന് രസിക്കുമോ എന്നറിഞ്ഞില്ല. എനിക്കൊരു ശങ്ക. മക്ഷ്വാമൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. ഉടനെ വിഡ്ഢി മക്ഷ്വാമൻ, ഓ, നമ്മുടെ ഭാര്യയ്ക്ക് താങ്കളൊരു സമ്മാനം കൊടുക്കാൻ പോകുന്നുവോ? ഒരു വിരോധവുമില്ല, കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിന് വളരെ ധൈര്യമായി. മെതമ്മ സാഹിബിൻ്റെ കയ്യിൽ മോതിരമിട്ട് കൊടുത്തു. മെതമ്മ സാഹിബ് അത് വാങ്ങി എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചു. വളരെ നല്ല മോതിരം എന്ന് ഇംഗ്രീസിൽ പറഞ്ഞു. മക്ഷ്വാമൻ തർജ്ജമ പറഞ്ഞു. അപ്പോഴേക്ക് ചെറുശ്ശേരി എനിക്കുണ്ടായ ഒരു ഭ്രമം പറയാൻ പാടില്ല. അവൾക്ക് അതിലധികം, എനിക്ക് സംശയമില്ല. കേൾക്കൂ. എന്നിട്ട് മെതമ്മ സാഹിബ് അവിടെ എണീറ്റ് പിന്നെയും കൈനീട്ടി. അത് ഭ്രമത്തിൻ്റെ മുഖ്യ അടയാളമാണ്. കണ്ടും കൊണ്ടിരിക്കാൻ പാടില്ലാതെ ആയിരിക്കും. ഉടനെ അവിടെ നിന്ന് എണീറ്റ് പോയിരിക്കണം അല്ലേ? അതെ. കൈ പിന്നെയും പിടിച്ചതിൻ്റെ ശേഷം പോയി. പിന്നെ കണ്ടതേയില്ല അല്ലേ? പിന്നെ കണ്ടിട്ടേയില്ല. കലശലായി ഭ്രമിച്ചിരിക്കണം. സായിപ്പ് കൂടെ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. അതാണ് അത്ര പരിഭ്രമമുണ്ടായി വേഗം പോയി കളഞ്ഞതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുറെ കൂടി സല്ലാപങ്ങൾ ഉണ്ടാവുമായിരുന്നു. ചെറുശ്ശേരി ആൾ ബുദ്ധിമാൻ തന്നെ. ഇതാണ് ചെറുശ്ശേരിയെ എനിക്കിത്ര സ്നേഹം. ശരിയാണ് ചെറുശ്ശേരി പറഞ്ഞത്. ആ സ്ത്രീ എന്നിലും
ഞാൻ അവളിലും വളരെ ഭ്രമിച്ചുപോയി. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ശ്രമിക്കാഞ്ഞത് ആ വക സ്ത്രീകളുമായി നോക്കുചേർച്ച ശാസ്ത്രവിരോധമല്ലേ എന്ന് വെച്ചിട്ടാണ്. മറ്റ് യാതൊരു പ്രയാസവുമില്ല. അതെ അതെ, ശാസ്ത്രവിരോധമായി ഒന്നും ചെയ്യരുത്. ഇവിടുത്തെ ബുദ്ധിയുടെ മാതിരി ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത്രയെല്ലാം ആഗ്രഹം അവളിൽ തോന്നിയിട്ടും ആ ആഗ്രഹം ശാസ്ത്രവിരുദ്ധമെന്നോർത്ത് ഇല്ലാതാക്കിയത് ഇവിടുത്തെ ഒരു ധൈര്യം തന്നെ. ചിലപ്പോൾ എനിക്ക് ഇതിലെല്ലാം വലിയ ധൈര്യമാണ്. കോപ്പാട്ട് കുമ്മിണിയെ ഞാൻ വളരെ കുഴക്കി. ആ കഥ കേൾക്കണോ? അത് ഇവിടുന്ന് ഇന്നാളൊരു ദിവസം പ്രസ്താവിച്ച് കേട്ടു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് മുതൽക്കാണ് ഇവിടുന്ന് അതിധൈര്യവാൻ എന്ന് എനിക്ക് വിശ്വാസം വന്നത്. ചെറുശ്ശേരി, എന്നാൽ ഈ വെള്ളക്കാരുടെ സ്ത്രീകളുടെ നിറം ബഹുവിശേഷം തന്നെ. ഇന്ദുലേഖയുടെ നിറം എന്താണ്? നല്ല സ്വർണ്ണവർണ്ണം. എൻ്റെ നിറത്തെക്കാൾ അധികമോ? ആ കഥ എന്തിനു ചോദിക്കുന്നു? നമ്പൂരിയുടെ നിറം ഒന്ന് വേറെ തന്നെയാണ്. ചെറുശ്ശേരി ഇപ്പോൾ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ നിറം ഇന്ദുലേഖയുടെ നിറത്തെക്കാൾ അധികം നന്നോ? ഇങ്ങനെ ചോദിക്കുന്നതാണ് എനിക്ക് ആശ്ചര്യം. സംശയമില്ലാത്ത കാര്യത്തിൽ പിന്നെയും ചോദിച്ചാലോ? ആട്ടെ, ചെറുശ്ശേരി എന്നെയും കണ്ടിട്ടുണ്ട്, ഇന്ദുലേഖയെയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളുടെയും ശൃംഗാരാദി രസങ്ങളെയും സാമർഥ്യത്തെയും ചെറുശ്ശേരി വേണ്ടും വണ്ണം അറിയും. എല്ലാം കൊണ്ടും നോക്കിയാൽ ആ കുട്ടിക്ക് എന്നെ ബോധിക്കുമെന്ന് ചെറുശ്ശേരിക്ക് ബോധ്യമുണ്ടോ? ചെറുശ്ശേരിയുടെ ബോധ്യമാണ് എനിക്കും ബോധ്യം. എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? കഷ്ടം. അത് ഞാൻ മുമ്പേ തന്നെ തീർച്ചയാക്കിയ കാര്യമാണല്ലോ. ആ കുട്ടി നമ്പൂരിയെ കണ്ടാൽ ഒരു നിമിഷം സഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൾ അതിസരസയാകയാൽ നമ്പൂരിയെ കാണുന്ന ക്ഷണം നമ്പൂരിയുടെ ഗുണം അവൾ മനസ്സിലാക്കും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. മനസ്സിലാക്കിയാൽ പിന്നെ ഉണ്ടാവുന്നത് എന്ത് എന്ന് ഞാൻ പറയണോ? കുട്ടിക്ക് നമ്പൂരിയെ ബോധിക്കുമോ എന്ന് ചോദിക്കുകയോ? നല്ല ചോദ്യം. എപ്പോഴാണ് പുറപ്പെടാൻ വിചാരിക്കുന്നത്? നാളെ രാവിലെ. ചെറുശ്ശേരി കൂടെ തന്നെ എന്നാലേ എനിക്കൊരു രസമുള്ളൂ. പിന്നെ 2 കുട്ടിപ്പട്ടന്മാരെ, കാര്യസ്ഥൻ നാരായണൻ, ഒരു 6 ബാല്യക്കാരും ഗോവിന്ദനും മാത്രം മതി. ചെറുശ്ശേരി മഞ്ചലിൽ എൻ്റെ പല്ലക്കിൻ്റെ കൂടെ തന്നെ. ഇന്ദുലേഖയെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ നല്ല ഒരു പല്ലക്കും 8 ആളെയും കൂടെ തന്നെ കൊണ്ടുപോകണം. അത് പിന്നെ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയിട്ട് തന്നെ ആവശ്യമില്ല. പല്ലക്ക് ഇന്ദുലേഖയുടെ ഭവനത്തിൽ തന്നെ 5 or 6 ഉണ്ട്. ശരി, എന്നാൽ കൊണ്ടുപോണ്ട. ചെറുശ്ശേരി അഫ്ഫനെ പോയി ഒന്ന് അറിയിക്കൂ. അപ്പോൾ നാളെ എങ്ങനെ പോകുന്നു? നാളെ ഇവിടെ രാമപ്പണിക്കരുടെ കഥകളി നിശ്ചയിച്ചിട്ടില്ലേ? നാളേക്കാണോ? ശരി, വേണ്ടതില്ല, കളിച്ചോട്ടെ. നോക്കു പോവുക, ഉണ്ണികൾ കാണട്ടെ. മടങ്ങി വന്നിട്ട് 2-3 അരങ്ങ് കളിപ്പിക്കാം. ഇന്ദുലേഖയ്ക്കും കാണാമല്ലോ. രാമപ്പണിക്കർക്ക് മറ്റന്നാൾ നിശ്ചയമായി പോണം എന്നാണ് പറഞ്ഞത്. എന്നാൽ യാത്ര മറ്റന്നാളാക്കിയാലോ? അതാണ് നല്ലത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട, കളിക്കാര് ഇനിയത്തെ കൊല്ലം വരുമല്ലോ. ഇഷ്ടം പോലെ. ഞാൻ വിവരം കളിക്കാരോട് പറയാം. സൂര്യനമ്പൂരിപ്പാട്ടിലേക്ക് കളിയിലും ഇന്ദുലേഖയിലുമുള്ള 2 വിധമായ ആസക്തികൾ അന്യോന്യം പിണങ്ങി അദ്ദേഹത്തെ കുറേ നേരം വളരെ വ്യസനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കുറേ വിചാരിച്ചു. ഒടുവിൽ ഞാൻ നാളെ അവിടെ എത്തുമെന്ന് എഴുത്തയച്ചുപോയി. എപ്പോൾ അയച്ചു? കുളപ്പുരയിൽ വെച്ച് ചെറുശ്ശേരിയെ വിളിക്കാൻ ആളെ അയച്ച ഉടനെ കറുത്തയിടത്തിന് മറുപടി അയച്ചുപോയി. അതുകൊണ്ട് എന്താണ് വിഷമം? ഇപ്പോൾ തന്നെ 2ാമതൊരു എഴുത്തയക്കണം, മറ്റന്നാളാണ് വരുന്നതെന്ന്. ഇന്ദുലേഖയ്ക്ക് ആദ്യം തന്നെ പുത്തരിയിൽ കല്ല് കടിച്ച മാതിരി
ഒരു മനോവ്യസനമോ കുണ്ഠിതമോ ഉണ്ടാകുന്നത് ശരിയോ? അവൾ നാളെ ഞാൻ എത്തുമെന്ന് കരുതിയിരിക്കും. ഒരിക്കലും ഇന്ദുലേഖയ്ക്ക് ഒരു മനോവ്യസനവും കുണ്ഠിതവും ഇതുകൊണ്ടുണ്ടാവുകയില്ല. അതിന് ഞാൻ ഉത്തരവാദി. നാളത്തെ യാത്ര മറ്റന്നാളാക്കിയാൽ എന്തൊരു വൈഷമ്യമാണ്. പിന്നെ നമ്പൂരി വളരെ കാര്യങ്ങളുള്ള ആളല്ലേ. നിശ്ചയിച്ച ദിവസങ്ങളിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ശരിയായി നടന്നു എന്ന് വരുമോ? ശരി തന്നെ. എന്നാൽ രാമൻ്റെ വേഷം കണ്ടിട്ട് പോകാം. അങ്ങനെ ഉറച്ചു. എന്നാൽ അഫ്ഫനോട് ഇപ്പോൾ തന്നെ അറിയിച്ച് മറുപടി വന്ന് പറയൂ. അത് ചെയ്യാം എന്ന് പറഞ്ഞ് ചെറുശ്ശേരി നമ്പൂരി അകത്തേക്ക് നടന്ന് തെക്കിനിയിൽ തൻ്റെ സ്നേഹിതൻ നാരായണ നമ്പൂരിപ്പാട് നിൽക്കുന്നത് കണ്ട് അന്യോന്യം നോക്കി രണ്ടുപേരും ചിരിച്ചു. നാരായണൻ നമ്പൂരിപ്പാട്ടിൽ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ ശീലഗുണം, തൻ്റെ ഇടം, പഠിപ്പ് ഇതുകളെക്കുറിച്ചും അവൾക്ക് അനുരൂപനായ മാധവൻ്റെ അവസ്ഥയെക്കുറിച്ചും ചെറുശ്ശേരി നമ്പൂരി നാരായണൻ നമ്പൂരിപ്പാട്ടിലോട് വെടിപ്പായി പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ്റെ ഈ തിരക്കുകളെല്ലാം കണ്ടിട്ട് കുറേ ഒരു ഭ്രമം തോന്നി. നാരായണൻ നമ്പൂരിപ്പാട്: എന്താണ്, നാളെ തന്നെയോ യാത്ര? ചെറുശ്ശേരി: നാളെ കഥകളി, മറ്റന്നാൾ ഇന്ദുലേഖാ പരിണയം. നാരായണൻ നമ്പൂരിപ്പാട്: ചെറുശ്ശേരി പറഞ്ഞതിൽ എനിക്ക് കുറേ സംശയം തോന്നുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഘോഷം കൂട്ടൽ കാണുമ്പോൾ കറുത്തേടത്തിൻ്റെ നിഷ്കർഷയാൽ ഇന്ദുലേഖയെ ഒരു സമയം ഒന്നിച്ച് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ പെണ്ണിനെയും മാധവനെയും നമ്പൂരി കാണാത്തതിനാൽ തോന്നുന്നതാണ്. സാധാരണ ഇങ്ങനെ തോന്നാം. ഇന്ദുലേഖയെപ്പോലെ ഈ മലയാളത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയെയും കണ്ടിട്ടില്ല. എനിക്കീ കാര്യത്തിൽ ലേശം ഭ്രമമില്ല. നമ്പൂരിയെ എത്രണ്ട് വഷളാക്കി വിടുമോ എന്നേ സംശയമുള്ളൂ. എന്താണ് പറയുന്നത്? കറുത്തേടം തീർച്ചയായി എഴുതിയിരിക്കുന്നു. ഒന്നും ആലോചിക്കാതെ അങ്ങനെ എഴുതുമോ? ആട്ടെ, 2-3 ദിവസത്തിലകത്ത് തീർച്ചയാവുന്ന കാര്യത്തെക്കുറിച്ച് നോം എന്തിന് ഇത്ര തർക്കിക്കുന്നു? എനിക്ക് അഫ്ഫൻ നമ്പൂരിയെ കാണണം. എവിടെയാണ്? മുകളിൽ കിടക്കുന്നു. എന്തിനാണ്? ഈ വിവരം അറിയിക്കാനോ? അതെ എന്ന് പറഞ്ഞ് ചെറുശ്ശേരി മുകളിലേക്ക് പോയി. അഫ്ഫൻ നമ്പൂരിയെ അറിയിച്ച് മടങ്ങി സൂരി നമ്പൂരിപ്പാട്ടിലെ പത്തായപ്പുര മാളികയിലേക്ക് ചെന്നു. സൂരി നമ്പൂരിപ്പാട്: ചെറുശ്ശേരിയാണ് ഈ വികടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കഥകളി എന്താണ് സാരം? നാളെ തന്നെ പോയാൽ എന്താണ്? ഇപ്പോൾ തന്നെ മറ്റന്നാളാണ് പുറപ്പെടുന്നത് എന്ന് ഞാൻ അഫ്ഫൻ നമ്പൂരിയോട് പറഞ്ഞ് അനുമതി വാങ്ങിയല്ലോ. ഇനി നാളെ പുറപ്പെടുന്നത് ശരിയോ? എനിക്ക് ഇന്ദുലേഖയെ കാണാൻ വഴുകുന്നു. എന്താണ് പറഞ്ഞിട്ട് ഫലം? മറ്റന്നാൾ വൈകുന്നേരം വരെ ക്ഷമിക്കുകയേ നിവൃത്തിയുള്ളൂ. തൽക്കാലം ഈ വ്യസനശാന്തിക്ക് ഈ സമയം മുതൽ നാളെ കളി തുടങ്ങുന്നതുവരെ കളിയുടെ രസമോർത്താൽ ഇന്ദുലേഖയുടെ വിചാരം അതുവരെ ഉണ്ടാകുകയില്ല. പിന്നെ കളി കഴിഞ്ഞാൽ ഉടനെ പുറപ്പാടുമായി. പിന്നെ ഇന്ദുലേഖയെ തന്നെ വിചാരിക്കാം. വിചാരിച്ചിരിക്കുമ്പോൾ കാണുകയും ചെയ്യാമല്ലോ. അല്ലാതെ ഒരു കാര്യം നിശ്ചയിച്ചിട്ട് അതിനെപ്പറ്റി വ്യസനിക്കരുത്. ചെറുശ്ശേരിക്ക് അത്താഴം ഇവിടെ, ഞാൻ ഇത്തിരി കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്പൂരിപ്പാട് ഉറങ്ങാൻ അറയിലേക്കും ചെറുശ്ശേരി നമ്പൂരി നാരായണൻ നമ്പൂരിപ്പാട്ടിലെ പത്തായപ്പുര മാളികയിലേക്കും പോയി. 8-ാം അധ്യായം. മദിരാശിയിൽ നിന്ന് ഒരു ആഗമനം. 5-ാം അധ്യായത്തിൽ പറഞ്ഞ കഥ നടന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മൂർക്കില്ലാത്ത മനയ്ക്കൽ നമ്പൂരിപ്പാട്ടിലെ എഴുന്നള്ളത്തം കാത്തുകൊണ്ട് പഞ്ചുമേനോൻ, കേശവൻ നമ്പൂരി, വീട്ടിലുള്ള കാര്യസ്ഥന്മാർ ഇവരെല്ലാം പൂമുഖത്ത് തന്നെ നിന്നിരുന്നു. മഠത്തിൽ പാലടപ്രഥമൻ, വലിയ പപ്പടം, പഞ്ചസാര വട്ടമായി സദ്യയ്ക്ക് ഒരുക്കിയിരുന്നു. ഒരു കാര്യവശാൽ പിറ്റേ ദിവസം പുറപ്പെടാൻ തരമാകയില്ലെന്നും അതിൻ്റെ പിറ്റേ ദിവസം ഭക്ഷണത്തിന് എത്തുമെന്നും അറിയിപ്പാൻ അന്നു തന്നെ 2ാമതയച്ച എഴുത്തും കൊണ്ട് മനയ്ക്കൽ നിന്ന് ചെന്ന ആളുകൾ രാത്രിയായതിനാൽ വഴിയിൽ താമസിച്ച് രാവിലെ മേൽപ്പറഞ്ഞ പ്രകാരം പഞ്ചുമേനവൻ മുതലായവർ
നമ്പൂരിപ്പാട്ടിലെ എഴുന്നള്ളത്തം കാത്തിരിക്കുമ്പോഴാണ് എത്തിയത്. എഴുത്ത് വായിച്ച ഉടനെ കാരണവർ തറവാട്ട് ഭവനത്തിലേക്കും നമ്പൂരി കുളിപ്പാനും ശേഷം കൂടിയിരുന്നവർ അവരവരുടെ പ്രവൃത്തിക്കും പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഇന്ദുലേഖ കുളിക്കാൻ പുറപ്പെട്ട് പൂമുഖത്ത് വന്നു. ഇന്ദുലേഖയുടെ അമ്മയും പൂമുഖത്ത് വന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ: അല്ല കുട്ടി, നീ എന്തിനാണ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് രാത്രി ഉറക്കമൊഴിയുന്നത്? ഇന്നലെ എത്ര നേരം വായിച്ചു അച്ഛൻ പോന്ന ശേഷം? ഇന്ദുലേഖ: ഇല്ല, ഞാൻ വേഗം കിടന്നു ഉറങ്ങിയിരിക്കുന്നു. അമ്മേ, കൊച്ചമ്മാമൻ ഇനിയും വന്നില്ലല്ലോ. ഇന്നലെ വരുമെന്നല്ലേ എഴുതിയത്? ശരി തന്നെ, ഇന്ന് വരുമായിരിക്കും. അതോ ഇനി മാധവൻ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുമോ എന്നും അറിഞ്ഞില്ല. ഒരിക്കലും അതുണ്ടാവുകയില്ല. എത്തിയ ഉടനെ അയക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനുണ്ടെങ്കിൽ ആ നിമിഷം അയക്കും, സംശയമില്ല. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ കലശലായി ഒന്ന് ചിരിച്ചു. എന്നിട്ട്: ശരി തന്നെ, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന യുദ്ധത്തിന് നിന്റെ ഭാഗം ആൾ വേണമല്ലോ. അതിന് പറഞ്ഞേൽപ്പിച്ചതായിരിക്കും അല്ലേ? എന്ത് യുദ്ധം? അതെല്ലാം പോട്ടെ മോളെ, നിന്നെ ഞാൻ പ്രസവിച്ചതല്ലേ. എനിക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ? ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: 2 ദിവസമായിട്ട് വലിയച്ഛനും വലിയമ്മയും എന്നോട് പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാവാതെയിരുന്നു. ഇപ്പോൾ അമ്മയും അവരുടെ ഭാഷയിൽ സംസാരം തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി മേനവനും ഭൃത്യന്മാരും കെട്ടും പെട്ടിയുമായി കയറി വരുന്നത് ഇവർ കണ്ടു. ഗോവിന്ദൻകുട്ടി മേനവൻ തലേ ദിവസത്തെ വണ്ടിയിറങ്ങി വഴിയിൽ പൂവള്ളി വക സത്രത്തിൽ താമസിച്ച് അന്ന് രാവിലെ സത്രത്തിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലെത്തിയതാണ്. ഇന്ദുലേഖ അതാ കൊച്ചമ്മാമൻ വരുന്നു എന്ന് പറഞ്ഞ് മന്ദഹാസത്തോടെ അമ്മാമന് അഭിമുഖമായി മുറ്റത്തേക്ക് ഇറങ്ങി. ലക്ഷ്മിക്കുട്ടിയമ്മയും കൂടെ ഇറങ്ങി. ഗോവിന്ദൻകുട്ടി മേനവൻ: ഇന്ദുലേഖയ്ക്ക് സുഖക്കേടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഇപ്പോൾ എനിക്ക് സകല സുഖവുമായി. കൊച്ചമ്മാമൻ ഇന്നലെ വരുമെന്നല്ലേ എഴുതിയത്? ഞങ്ങൾ കുറേ വിഷാദിച്ചു. ഉടനെ ലക്ഷ്മിക്കുട്ടിയമ്മയും ഗോവിന്ദൻകുട്ടി മേനവനും ഇന്ദുലേഖയും കൂടി അകത്തേക്ക് പോയി. ഗോവിന്ദൻകുട്ടി മേനവൻ കുളി, ഭക്ഷണം മുതലായത് കഴിഞ്ഞ് അച്ഛനെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കണ്ടു മടങ്ങി. അമ്മയുടെ അറയിൽ പോയി അമ്മയെയും കണ്ടു, ജ്യേഷ്ഠത്തിയെയും കണ്ടു. ഇന്ദുലേഖയുടെ മാളിക മുകളിലേക്ക് കയറി ചെന്നു. ഗോവിന്ദൻകുട്ടി മേനവനെക്കുറിച്ച് അല്പം എൻ്റെ വായനക്കാരോട് പറയേണ്ടതുണ്ട്. അല്പമേ പറയേണ്ടതുള്ളൂ. ഇയാളുടെ ബുദ്ധി അതികൂർമ്മതയുള്ളതായിരുന്നു. എന്നാൽ സ്വഭാവത്തിന് അല്പം ഒരു വിനയം പോരായ്മയുണ്ടോ എന്ന് സംശയം. സ്വഭാവത്തിന് ഒരു പ്രകാരത്തിലും ഒരു ചാബല്യം ഉണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല ബഹുമാനമുണ്ടായിരുന്നു. ശരീരാകൃതി കോമളമായിരുന്നു. തൻ്റെ മരിച്ചുപോയ മഹാനായ ജ്യേഷ്ഠനെപ്പോലെ ഭൂമിയിലുള്ള സകല ജീവികളിലും വെച്ച് ഇദ്ദേഹത്തിന് അതിവാത്സല്യമുണ്ടായിരുന്നത് ഇന്ദുലേഖയിലായിരുന്നു. അമ്മാമൻ വരുന്നത് കണ്ടയുടനെ ഇന്ദുലേഖ എണീറ്റ് കോച്ചിന്മേലെ കിടക്ക തട്ടി നന്നാക്കി അവിടെ ഇരിക്കണമെന്നുള്ള ഭാവത്തോടെ നിന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ ഉടനെ ഇരുന്നു. ഉടനെ ഒരു വെള്ളിപ്പാത്രത്തിൽ തൻ്റെ കൈകൊണ്ട് തന്നെ പ്രേമത്തോടെ ഉണ്ടാക്കിയ ചായയും ഒരു വെള്ളിത്താമ്പാളത്തിൽ കുറേ പലഹാരങ്ങളും ഒരു ചെറിയ മേശമേൽ വെച്ച് അമ്മാവൻ്റെ അടുക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ അമ്മാമൻ്റെ കൽപ്പന പ്രകാരം അടുക്കെ ഒരു കസാലയിലിരുന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ: മാധവൻ സുഖക്കേട് കൂടാതെ അവിടെ എത്തി. ഉടനെ സെക്രട്ടേറിയറ്റിൽ 150 ഉറുപ്പിക ശമ്പളമാവുമെന്ന് തോന്നുന്നു. ഇന്ദുലേഖ ഞാൻ പോവുമ്പോൾ തന്ന നോവൽ വായിച്ചു തീർന്നുവോ? നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ടോ? മാധവൻ എന്ന ശബ്ദം തൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെയും പിന്നെ അദ്ദേഹത്തിന് ഉദ്യോഗമാവാൻ പോവുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇന്ദുലേഖയുടെ ചെന്താമരപ്പൂ പോലെയുള്ള മുഖത്തിൽ നിന്ന് ലജ്ജഹേതുവായി പ്രത്യക്ഷമായ വളരെ സ്തോഭങ്ങളുണ്ടായി. ബുദ്ധിമാനായ ഗോവിന്ദൻകുട്ടി മേനവൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് മുമ്പ് തന്നെ കരുതിയിരുന്നു. എന്നാൽ ഇന്ദുലേഖയ്ക്ക് കേൾപ്പാൻ ഇത്ര ഇഷ്ടമുള്ള വാക്കുകൾ വേറെ ഒന്നുമില്ലെങ്കിലും താനുമായി മാധവനെക്കുറിച്ച് സംസാരിപ്പാൻ ലജ്ജയുണ്ടാവുമെന്ന് അറിഞ്ഞ് ആവശ്യമുള്ള വിവരം ക്ഷണത്തിൽ അറിയിച്ച് തുടർച്ചയായി തന്നെ ക്ഷണേന വേറെ സംഭാഷണം തുടങ്ങി.
ഇന്ദുലേഖയുടെ മനസ്സ് സമാധാനമാക്കി. ഇന്ദുലേഖ: ആ നോവൽ ബഹുവിശേഷം തന്നെ. അത് ഞാൻ മുഴുവനും വായിച്ചു. നീ രാത്രി കുറേ അധികം വായിക്കുന്നു എന്ന് നിന്റെ അമ്മ പറഞ്ഞു. അധികം മുഷിഞ്ഞ് വായിക്കരുത്. ഞാൻ അധികം മുഷിയാറില്ല. രാത്രി ഞാൻ നിയമം വായിക്കാറേയില്ല. ഇന്നാൾ ഒരു രാത്രി യാദൃച്ഛയായി ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. അന്ന് ഒരു സംഗതിവശാൽ വലിയച്ഛനും കേശവൻ നമ്പൂരിയും കൂടി ഇതിൻ്റെ മുകളിൽ വന്നു. അവർ പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നത്. പഞ്ചു മേനവൻ്റെ ശപഥത്തെക്കുറിച്ച് മാധവൻ മുഖേന ഗോവിന്ദൻകുട്ടി മേനവൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നെ പഞ്ചുമേനവൻ നമ്പൂരിപ്പാട്ടിലെ കൊണ്ട് സംബന്ധം നടത്താൻ ശ്രമം കലശലായി ചെയ്യുന്നുണ്ടെന്ന് പഞ്ചുമേനവനും ഗോവിന്ദപ്പണിക്കരുമായി സംഭാഷണം കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം ഗോവിന്ദപ്പണിക്കർ മാധവന് മദിരാശിക്ക് എഴുതിയ എഴുത്തിൽ പ്രസ്താവിച്ചതും ഗോവിന്ദൻകുട്ടി മേനോൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ദുലേഖ മേൽ കാണിച്ച പ്രകാരം പറഞ്ഞപ്പോൾ ഒരു ഹാസ്യരസ സൂചകമായ മന്ദഹാസത്തോടെ എന്തിനാണ് അവർ അന്ന് നിന്റെ മുറിയിൽ വന്നിരുന്നത് എന്ന് ചോദിച്ചു. ഇത് ചോദിച്ച ക്ഷണത്തിൽ ഇന്ദുലേഖയുടെ വലയങ്ങൾ പോലെയുള്ള നീണ്ട കണ്ണുകളിൽ വെള്ളം നിറഞ്ഞുപോയി. എന്താ ഇത്ര ബുദ്ധിയില്ലേ നിനക്ക്? ഗോഷ്ഠി കാണിക്കുന്നത് കണ്ടാൽ ചിരിക്കുകയല്ലേ വേണ്ടത്? നീ എന്ത് ഗോഷ്ഠിയാണ് കാണിക്കുന്നത്? അന്ന് കൊച്ചമ്മാമനും ഇവിടെയില്ല. അത് വിചാരിച്ചപ്പോൾ കണ്ണിൽ വെള്ളം വന്നുപോയി. ഇപ്പോൾ ഞാൻ അടുക്കെയുണ്ടല്ലോ. അതെ, അത് തന്നെയാണ് എനിക്കിപ്പോഴുള്ള സന്തോഷം. ഇനിയും കരയുവാൻ ഭാവമാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇല്ല, ഇനി ഞാൻ കരയുന്നില്ല. ഉടനെ അന്ന് രാത്രി ഉണ്ടായ സംഭാഷണം മുഴുവൻ പറഞ്ഞു. ഗോവിന്ദൻകുട്ടി മേനവൻ വളരെ ചിരിച്ച് മനസ്സുകൊണ്ട് തൻ്റെ മരുമകളുടെ ബുദ്ധിശക്തിയെ ഓർത്ത് വളരെ ബഹുമാനിച്ചു. ഇന്ദുലേഖ: നാളെ ഈ നമ്പൂരിപ്പാട് വരുന്നുണ്ടത്രേ. ഗോവിന്ദൻകുട്ടി മേനോൻ ഉറക്കെ ചിരിച്ചുകൊണ്ട്: നാളെ വരട്ടെ. അച്ഛൻ എന്നോട് ഈ വിവരത്തെക്കുറിച്ച് പറഞ്ഞു. കൊച്ചമ്മാമൻ എന്തു പറഞ്ഞു മറുപടിയായി? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത പോലെ കേട്ടുനിന്നു. ഞാൻ മാധവൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, അവിടെ ഒന്ന് പോണം എന്ന് പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനവൻ എണീറ്റു. ഇന്ദുലേഖ: ഇനി നാളത്തെ ഘോഷം എന്തെല്ലാമോ അറിഞ്ഞില്ല. ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ട് ഗോവിന്ദൻകുട്ടി മേനോൻ ഗോവിന്ദപ്പണിക്കരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. ഇതോടെ ഇന്നത്തെ വായന അവസാനിക്കുന്നു. ഇതിനോടുകൂടി ഒരു അറിയിപ്പും കൂടിയുണ്ട്. നമ്മുടെ തന്നെ മറ്റൊരു ചാനലായ വിദ്യാബോധിയാണ് അവസാനം നിങ്ങൾ കാണുന്നത്. വിദ്യാബോധി NCERT പാഠഭാഗങ്ങൾ ലളിതമായി പഠിപ്പിക്കുന്ന ചാനലാണ്. ഹിന്ദി പാഠങ്ങളിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്കോ പരിചയമുള്ള മറ്റു കുട്ടികൾക്കോ ആവശ്യമെങ്കിൽ ഷെയർ ചെയ്തു കൊടുക്കുക. വിദ്യാബോധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിദ്യാബോധിയുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ദുലേഖയുടെ ബാക്കി ഭാഗങ്ങൾ മ്യൂസിലൂടെ തന്നെ കേൾക്കാവുന്നതാണ്. ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ നന്ദി.